യേശുവിൻ നാമം ശാശ്വത നാമം, പാപം പോക്കും നാമം, ശാപം നീക്കും നാമം. യേശുവിൻ നാമം ശാശ്വത നാമം, പാപം പോക്കും നാമം, ശാപം നീക്കും നാമം. തേനിലും മധുരം തേടുകിലമൃതം, തേനിലും മധുരം തേടുകിലമൃതം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 3-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. ദൈവത്തിങ്കൽ നിന്ന് രക്ഷയില്ലെന്ന് ശത്രുക്കൾ തന്നെക്കുറിച്ച് പറയുന്നതാണ് ദാവീദിന്റെ പ്രശ്നം. ഈ ചിന്തയിലൂടെ ദൈവസ്വഭാവത്തെ നിഷേധിക്കുകയും തൻ്റെ ദൈവാശ്രയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രസ്താവനയിലൂടെ ദാവീദ് വ്യക്തമാക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, തന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് ശക്തി പോരാ, കാരണം ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നതിൽ ഉപരിയാണ് തൻ്റെ പ്രശ്നം. 2, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിലും ദൈവസഹായം ചോദിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനുമുള്ള യോഗ്യതയിൽ നിന്നും താൻ വീണുപോയിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ കരുതുന്നു എന്നുള്ള ഭയം. പ്രിയ സ്നേഹിതരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെയും പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയല്ലയോ? മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു, എന്ത് അവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള ചിന്തകൾ നമ്മെ നിരാശയിലേക്കും പരാജയത്തിലേക്കും നയിക്കും. നിസ്സഹായർക്ക് ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് ഈ നാളിൽ ഒരുങ്ങാം. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ തളരാതെ വിശ്വാസത്തിൽ മുന്നേറുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.